ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് മൺഡേയിലെ വീഡിയോ കേട്ടോ, ജൂൺ 1 വീഡിയോയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും നാട്ടിലൊക്കെ സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് എല്ലാവർക്കും നമ്മുടെ വിജയാശംസകൾ നേരുകയാണ് കേട്ടോ. അതുപോലെ ഇവിടെയും 1 വീക്ക് അവധിയായിരുന്നു പിള്ളേർക്ക്. അതിന് ശേഷം അവരും സ്കൂൾ തുറന്ന് സ്കൂളിൽ പോയി തുടങ്ങി കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴയൊക്കെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഫുള്ള് നമുക്ക് വെയിലായിരുന്നു, പക്ഷേ ഇന്ന് മഴയാണ്. അപ്പോൾ ഞാൻ രാവിലെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ചോറും കറിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇത് സാൻഡ്വിച്ച് ഞാൻ പോകുന്ന വഴിക്ക് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്ത മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി സാൻഡ്വിച്ച് എത്ര നാൾ നമുക്ക് സ്കൂളിൽ നിന്ന് ഫുഡ് കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം അവർ എക്സാം ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാളുടെ ഉള്ളൂ. അതുകൊണ്ട് അവർക്കിപ്പോൾ ഫുഡിന് ഞാൻ അന്നേരം പിന്നെ ഓർത്തുന്ന പിന്നെ ഇവിടുന്ന് മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് സാൻഡ്വിച്ച് 2 മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഇന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ കടയിൽ പോയി മേടിച്ചായിരുന്നു. ട്യൂണ സാൻഡ്വിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ചീസ് ആലോനീനും പിന്നെ ഹാമിൻ്റെ ഒരു സാൻഡ്വിച്ചും മേടിച്ചിട്ടുണ്ട്. നാളെ 2 ദിവസത്തിനോട് കൊടുക്കാനുള്ളതായിട്ട്. ബാക്കി അത് കഴിഞ്ഞ് മേടിക്കാമെന്ന് ഓർത്തു, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ നമ്മളിത് വെച്ചിരിക്കുന്നത് മീൻകറിയും നമ്മുടെ കാബേജ് തോരനും ആട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മോര് കറിയും ഉണ്ടാക്കുക, ചോറ് വെക്കുക, അത്രയൊക്കെയാണ്. ചോറും എല്ലാം രാവിലെ വെച്ച് സ്കൂളിൽ പിള്ളേർ വിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചോറ് വെച്ചു. കുക്കറിലാട്ടോ വെച്ചേക്കുന്നത്. കുക്കറിലല്ല, വൈറ്റ് റൈസ് വെച്ചത്. അതുകൊണ്ട് അല്ലാണ്ട് തന്നെ വെച്ചു. വൈറ്റ് റൈസ് പെട്ടെന്ന് വേകുമല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് വെച്ച് പോയി. പിന്നെ ഇപ്പം കാബേജ് ഞാൻ സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ ഞാൻ വെക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ കാബേജ് തോരൻ വെക്കാനും മോര് കറി വെക്കാനും പിന്നെ മീൻ കറി വെക്കുന്നതൊന്നും ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല, കാരണം അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനങ്ങ് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരാഴ്ച സ്കൂൾ അവധിയായിരുന്നുകൊണ്ട് പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു, നമുക്കൊന്നും ഓടി നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ആയിട്ട് നമ്മളെല്ലാം ഡ്യൂട്ടി ഉണ്ട്. അതിനിടയ്ക്ക് അങ്ങനെ ഓരോ കാര്യമായിട്ട് പോകുമ്പം പാത്രങ്ങളൊക്കെ ഡിഷ് വാഷർ കഴിയതൊക്കെ ഞാനൊന്ന് എടുത്ത് നമ്മുടെ അതാത് സ്ഥാനങ്ങളിലേക്കൊക്കെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാരണം ഡിഷ് വാഷിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണല്ലോ. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം എടുക്കും പാത്രം എല്ലാം കഴുകി വരുമ്പോഴത്തേനും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിള്ളേരെ വിട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ മധുരക്കിഴങ്ങില്ല, നമ്മുടെ മധുരക്കിഴങ്ങും പിന്നെ മീൻ കറിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കുന്നത്. നിങ്ങളിതിങ്ങനെ കഴിച്ചിട്ടുണ്ടോയെന്ന് പറയണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണിത്. അപ്പം ഹസ്ബൻഡ് എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു, കാരണം പുള്ളിക്ക് 1 മണിക്കോ 1:30-2 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട് അപ്പോൾ ഓത്തിന് ചോറുണ്ടോളെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എണീറ്റ് ഞാനിത് കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി അച്ഛനോട് എണീറ്റ് വന്നു. അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പുള്ളിയും കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. അല്ലെങ്കിൽ അച്ചാർ കൂട്ടിയാണെങ്കിലും കഴിക്കാൻ നല്ല നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കാബേജ് തോരൻ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നു, അതും തോരനാക്കി. ചെറുതായിട്ട് കടുക് പൊട്ടിച്ചിട്ടൊരു തോരൻ, തേങ്ങയിട്ടുള്ളൊരു തോരനാട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് മോരും കൂടെ, ഞാൻ പറഞ്ഞല്ലോ മോരൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്കത്തേനുള്ള ലഞ്ച് ഇറച്ചിയൊന്നുമില്ലാതെ മീൻ കറിയും മോരും പിന്നെ കാബേജും ഭയങ്കര കോമ്പിനേഷനായിട്ടോ. അതിനിടയ്ക്ക് ഞാനൊരു ചില്ലി മുളക് വറുത്തിരിപ്പുണ്ടായിരുന്നു, ഈ തൈരിട്ടുള്ള മുളകല്ലേ, അതും പിന്നെ ആണെങ്കിൽ കുറച്ച് മിച്ചറോടെ കൂട്ടി കഴിച്ചു. നല്ലൊരു ഊണായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മുട്ട നമ്മൾ മേടിച്ചത് ഔട്ട് സൈഡിൽ ഇരിക്കുമായിരുന്നു, അത് എടുത്ത് വെക്കാൻ സമയം കിട്ടിയിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കൂടെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും കുട്ടികൾ വരാറപ്പോഴത്തേനും നമ്മൾ ഗാർലിക് ബ്രെഡും പിന്നെ കൊടുത്തത് ഒരു ചോക്ലേറ്റ് ഇളയാൾക്ക് ഭയങ്കര ആവശ്യമാണ്. സ്കൂളിൽ വരുമ്പോൾ ചോക്ലേറ്റ് ആണല്ലോ ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ രീതിയിലുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റ്, എന്തെങ്കിലും മധുരമുള്ള രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും അവരൊന്നും അത് കേൾക്കാതെ, അവർക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കൂടുതലൊന്നും പറയാറില്ല. അവർക്ക് വേണ്ടത് പറ്റുന്ന സമയത്തൊക്കെ മേടിച്ച് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാർലിക് ബ്രെഡ് ഇങ്ങനെയാണ് നമ്മൾ മേടിച്ച് 8 പീസിൻ്റെ ഒരു ഗാർലിക് ബ്രെഡിൻ്റെ പാക്കറ്റായിരുന്നു കേട്ടോ. അത് മേടിച്ച് നമ്മൾ എയർ ഫ്രൈയിലാട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. നമ്മൾ തിരിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും. ഇതിനിടയ്ക്ക് ഞാൻ ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്കിന്ന് നൈറ്റിന് പോകേണ്ടതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് പിന്നെ പിള്ളേരെ എടുക്കാൻ പോകുന്നതിന് മുമ്പാട്ടോ ജസ്റ്റ് ഇത് വെച്ച് ഗാർലിക് ബ്രെഡ് ആക്കിയത്. പെട്ടെന്ന് ഒരു 4 to 6 മിനിറ്റ്സ് കൊണ്ട് നമുക്കാവുന്ന ഒരു ഫുഡാണേ. അപ്പോൾ പിള്ളേർക്കെല്ലാം ഇഷ്ടമായിരുന്നു വന്നത്. പിന്നെ കുറച്ച് പാച്ചോറ് മെയ് 31 നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പാച്ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി പിള്ളേർക്ക് കൊടുത്ത് ഹാപ്പിയായി, അവരെല്ലാവരും കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. ഇനി പിള്ളേരെയും കുളിപ്പിച്ച് ഞാനും കുളിച്ചടിച്ച് വാരി എല്ലാം വീടെല്ലാം വൃത്തിയാക്കി റെഡിയായി. എനിക്കും ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഹസ്ബൻഡ് അന്നത്തേനും വരും. പിന്നെ ബാക്കി അവരുടേതായ കാര്യങ്ങൾ, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവർ ഒന്നിച്ച് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ദിവസം തന്നെ പറയും. കാരണം
ഇനി പിള്ളേർ സ്കൂൾ തുറന്ന് സ്കൂളിൽ ആദ്യ ദിവസം വിട്ടു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.